ദേശാഭിമാനി മുഖപ്രസംഗം 2025 മെയ് 3 തുറന്നു വിശ്വ കവാടം. കേരളം രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന സന്ദർഭം. മുങ്ങിത്താണു പോകുമെന്ന് ഭയപ്പെട്ട ഒരു സ്വപ്നത്തിന്റെ വീണ്ടെടുക്കൽ. നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്ന പ്രഖ്യാപനം. തട്ടിയകറ്റാനും വെട്ടിമാറ്റാനും ഉയർന്ന കൈകളെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച കേരളത്തിന്റെ ചങ്കൂറ്റം. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെയും വികസന കപ്പൽ വിഴിഞ്ഞം തീരത്ത് വെള്ളിയാഴ്ച നങ്കൂരമിട്ടപ്പോൾ ഈ തുറമുഖത്തിന്റെ പേരിൽ കേരളത്തിന് ഒന്നും തരാതിരുന്നവർക്ക് പോലും സംസ്ഥാനത്തെ അഭിനന്ദിക്കേണ്ടി വന്ന അപൂർവ അവസരം കൂടിയായി. ഒരു സംസ്ഥാനത്തിന് മുൻകൈയിൽ നിർമ്മിക്കപ്പെട്ട രാജ്യത്തെ ആദ്യ വിപുലമായ തുറമുഖം. അത് രാഷ്ട്രത്തിന് സമർപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കേരളത്തിലെ ജനതയും ആ ജനതയെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുന്ന LDF സർക്കാരും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയെ സാർവദേശീയ സമുദ്ര വ്യാപാര ലോജിസ്റ്റിക് ഭൂപടത്തിൽ കണ്ണുചേർക്കുന്ന മഹാസംരംഭം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു: കേരളം ആഗോള സമുദ്രമേഖലയുടെ കേന്ദ്രമായി മാറുകയാണ്. ആയിരക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് പ്രവർത്തിക്കും. കേരള ജനതയുടെ കഴിവുകൾ രാജ്യത്തെ തുറമുഖ മേഖലയെ മുന്നോട്ട് നയിക്കും. കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ പോലും തടഞ്ഞുവെച്ച് നമ്മുടെ സമ്പദ്ഘടനയെ ശ്വാസം മുട്ടിക്കുന്ന BJP സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ളതാണ് ഈ വാക്കുകൾ. 8686 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാം ഘട്ടത്തിന് 818 കോടിയുടെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് മാത്രമാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത്. ആവശ്യമായ മൊത്തം തുകയുടെ 9% മാത്രം. ഇതാകട്ടെ വായ്പയായാണ് നൽകിയത്. മൊത്തം തുകയിൽ 5370.86 കോടി രൂപയും സംസ്ഥാന സർക്കാരാണ് ചെലവിട്ടത്. 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും മുടക്കുന്നു. ഈ വസ്തുത അഗസ്ത്യാർകൂടം കൊടുമുടിയെപ്പോലെ തലയുയർത്തി നിൽക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ സൃഷ്ടിയാണിതെന്ന കേരളത്തിലെ BJPയുടെ പിതൃത്വാവകാശവാദങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രസക്തി? വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് BJPക്കാർ തലസ്ഥാനത്താകമാനം നടത്തിയ പ്രചാരണങ്ങൾ ലക്ഷ്യം തെറ്റി ബൂമറാങ് പോലെ അവരുടെ മൂർധാവിൽ തന്നെ പതിച്ചു. സ്വയം പരിഹാസ്യരാകാൻ കച്ചുകെട്ടിയിറങ്ങിയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പിൻവാതിലിലൂടെ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തി. ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേദിയിൽ ഇടം പിടിച്ച അദ്ദേഹം സദസ്സിൽ കൊണ്ടിരുത്തിയ BJPക്കാർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് അല്പത്വം പ്രകടിപ്പിക്കുന്ന ദയനീയ രംഗങ്ങൾക്കും രാജ്യം സാക്ഷിയായി. രാജ്യത്തിൻ്റെ ആകെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന ഈ സന്ദർഭത്തിൽ സങ്കുചിതവും ബാലിശവുമായ മുതലെടുപ്പ് രാഷ്ട്രീയം പ്രയോഗിച്ച് പ്രതിപക്ഷ നേതാവും നാണം കെട്ടു. വേദിയിലിരിക്കാൻ അവസരമുണ്ടായിട്ടും ക്രെഡിറ്റ് തന്നിരുന്ന് ചൊടിച്ച് ചടങ്ങ് ബഹിഷ്കരിച്ച VD സതീശൻ ഒറ്റപ്പെട്ടു. ശശി തരൂർ MPയും M വിൻസെന്റ് MLAയും കോൺഗ്രസ് കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ ആവേശപൂർവ്വം പങ്കെടുത്തിരുന്നു. ഭിന്നിപ്പിൻ്റെയും വിഭജിക്കലിൻ്റെയും രാഷ്ട്രീയ പ്രയോഗങ്ങളല്ല നാടിന് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിൽ കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. ഈ തുറമുഖം രാഷ്ട്രത്തിന് എങ്ങനെ മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു. ഈ തുറമുഖത്തോടെ 2200 ലക്ഷം ഡോളറിന്റെ പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികന്നു തുടങ്ങുകയായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഈ നഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല, ഭാവനാശാലിയായ രാഷ്ട്രതന്ത്രജ്ഞനെയാണ് ഇവിടെ നമുക്ക് ശ്രവിക്കാനായത്. വിഴിഞ്ഞം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെടുകയോ ചെയ്യുമെന്ന ഘട്ടത്തിൽ മഹാപ്രതിരോധം തീർക്കാൻ കേരളത്തിൽ LDF ഉണ്ടായിരുന്നു. മനുഷ്യച്ചങ്ങല തീർത്തും ദീർഘമായ സത്യഗ്രഹ സമരം നടത്തിയുമാണ് ഈ പദ്ധതി സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഉതകും വിധം മാറ്റിയെടുക്കാൻ LDFനായത്. 2016 അധികാരത്തിലടങ്ങിയ പിണറായി സർക്കാർ 9 വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്കു തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ്.